സാമ്പത്തികം മാത്രമല്ല, അതിനുപരിയായിട്ടുള്ള ചില മാനസികാവസ്ഥ കൂടി ഈ പയ്യനെ ബാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതേതെങ്കിലും തരത്തിൽ ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഉണ്ടായ ചില സിനിമകൾ, അതായത് ക്രൈം ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകൾ, ആ സിനിമകളൊക്കെ തന്നെയാണോ ഇത്തരത്തിലൊരു കൃത്യം നിർവഹിക്കാൻ സ്വാധീനിച്ചത് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ ആദ്യം പിന്നെ ഉമ്മുമ്മ, പിന്നെ വലിയപ്പ വലിയമ്മ വീണ്ടും തിരിച്ചു വന്നു. പിന്നെ നമുക്ക് മനസ്സിലാക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരോട് അവൻ കൂടുതൽ ക്രൂരമായി പെരുമാറി എന്നുള്ളൊരു മാനസികാവസ്ഥ എങ്ങനെ ഉണ്ടായി എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. നമസ്കാരം. ഒരു നാട് മുഴുവൻ വിറങ്ങലിച്ച് നിൽക്കുന്ന അങ്ങേയറ്റം പൈശാചികവും ദാരുണവുമായ കൊലപാതകം നടന്ന ഒരു വീടിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂടാണ്. നമ്മളെല്ലാം കഴിഞ്ഞ രാത്രിയിൽ അങ്ങേയറ്റം ഞെട്ടലോടെ കേട്ടൊരു വാർത്തയായിരുന്നു. 23-കാരനായ ഒരു ചെറുപ്പക്കാരൻ സ്വന്തം വീട്ടിലുള്ളവരെയും പെൺ സുഹൃത്തിനെയും അടക്കം 6 പേരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അതിൽ 5 പേർ ദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത. ഈ വാർത്തയുടെ ഞെട്ടലിൽ തന്നെയാണ് ഈ നാട് മുഴുവൻ നിൽക്കുന്നത്. ഇപ്പോൾ ഈ വീടിന് മുന്നിലാണുള്ളത്. ഇവിടുത്തെ ഇൻക്വസ്റ്റ് നടപടികൾ വെഞ്ഞാറമൂട് പോലീസിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഇത്തരത്തിൽ ദാരുണമായി ഒരു ഉള്ളിലുള്ളവരെ മുഴുവൻ കൊലപ്പെടുത്തിയത്? എന്ത് നേട്ടമാണ് ഇതിലുണ്ടായത്? സ്വന്തം ജീവനും ജീവിതവും പോലും, അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഭാവി പോലും ഒരു ചെറുപ്പക്കാരൻ കളഞ്ഞുകൊണ്ട് ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളെ കൊലപ്പെടുത്തിയതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളതാണ് ഇവിടെ വ്യക്തമാക്കേണ്ടത്. അഫാൻ എന്ന ചെറുപ്പക്കാരൻ 23-കാരനാണ്. ഈ 23-കാരനെ ഈ നാട്ടിലുള്ള ഈ പ്രദേശവാസികൾക്കൊന്നും അധികമാർക്കും തന്നെ അറിയുകയില്ല. കാരണം അധികമാരുമായിട്ടും കൂടുതൽ സൗഹൃദങ്ങളോ ഒന്നും തന്നെ ഇല്ല. മാത്രമല്ല വിദേശത്തായിരുന്നു, വിസിറ്റിംഗ് വിസയിലാണ് വിദേശത്ത് പോയത്. അച്ഛൻ സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് 7 വർഷം മുൻപ് അദ്ദേഹം നാട്ടിൽ വന്നു. ഇത്തരത്തിലുള്ള വിവരങ്ങളാണ്. ഇവർക്ക് 75 ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഈ വീട്ടിൽ കൊലപ്പെടുത്തി എന്ന് പറയുന്ന പെൺകുട്ടി, 22-കാരിയായിട്ടുള്ള പെൺകുട്ടിയും ഇവർ തമ്മിൽ പ്രണയത്തിൽ ായിരുന്നു. ഈ പ്രണയത്തെ തുടർന്ന് ഈ പെൺകുട്ടിയെ കഴിഞ്ഞ ദിവസം ട്യൂഷൻ കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്നതിന് ശേഷം ഇവിടെ വെച്ചാണ് ഇത്തരത്തിലൊരു വിവാഹവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഈ വീട്ടുകാർ സമ്മതിച്ചില്ല. അതിനെ തുടർന്ന് പിന്നീട് ഇത് കൊലപാതകത്തിലേക്ക് എത്തുന്നു. സ്വന്തം സഹോദരൻ, 9ാം ക്ലാസ്സുകാരനായിട്ടുള്ള സ്വന്തം സഹോദരനെ അടക്കമാണ് ഈ കുട്ടി ഇത്തരത്തിൽ ദാരുണമായ ഒരു യുവാവ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതിന് പിന്നിലുള്ള മോട്ടീവ് എന്താണ്? എന്തിനാണ് ഇത്തരത്തിൽ ദാരുണമായി കൊലപ്പെടുത്തിയത്? മാത്രമല്ല ഇത്തരത്തിലൊരു രാസലഹരിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാത്താൻ സേവകളോ ഇങ്ങനെയൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് തന്നെ തിരുവനന്തപുരം വെള്ളറടയിൽ ഇതേ സമാനമായ രീതിയിലൊരു വാർത്ത കേട്ടതാണ്. സ്വന്തം അച്ഛനെ മകൻ കൊലപ്പെടുത്തിയ ഒരു വാർത്ത നമ്മൾ കേട്ടതാണ്. അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ കുടുംബത്തിലുള്ളവരെ തന്നെ കൊലപ്പെടുത്തുന്ന ഒരു പ്രവണത കണ്ടുവരുന്നത്. അത് ഏതെങ്കിലും തരത്തിലുള്ള സാത്താൻ സേവ അടക്കമുള്ള കാര്യങ്ങളാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ MDMA അടക്കമുള്ള രാസലഹരിയുടെ അമിത ഉപയോഗം കൊണ്ടാണോ ഇത്തരത്തിൽ സ്വന്തം ബോധം പോലും മറന്ന്, അല്ലെങ്കിൽ സ്വന്തം ബന്ധുക്കളെ, അല്ലെങ്കിൽ ഉറ്റവരെ ഉടയവരെയൊക്കെ തന്നെ കണ്ണില്ലാത്ത രീതിയിലൊരു ക്രൂരത കാണിച്ചിരിക്കുന്നത്? ഇതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. നമ്മുടെ കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷം എങ്ങോട്ടേക്കാണ് പോകുന്നത്? കേരളത്തിൽ എന്താണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ അടിക്കടി ഉണ്ടാകുന്നത്? ഈ ചോദ്യങ്ങൾക്കാണ് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത്. പ്രദേശവാസിയും അയൽക്കാരനുമായിട്ടുള്ള ഒരു ചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ചേട്ടാ, ശരിക്കും അങ്ങേറ്റ സങ്കടത്തോടു കൂടി തന്നെയാണ് ഈ വാർത്ത പുറം ലോകത്തേക്ക് എത്തിക്കുന്നത്. താങ്കൾ ഈ നാട്ടുകാരൻ? ഈ കുടുംബവുമായിട്ട് താങ്കൾക്ക് എങ്ങനെയാണ്? ഈ കുടുംബമായിട്ട് എനിക്ക് വലിയ അടുപ്പമൊന്നുമില്ല. എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഇവരൊരു താമസമായതിനു ശേഷം ഞാൻ ഇവിടെ താമസം ഉണ്ടെന്നുള്ള വിധമല്ലാതെ എനിക്ക് യാതൊരു കുട്ടിയെക്കുറിച്ച്, ഈ പയ്യനെക്കുറിച്ച് എൻ്റെ ചെറുമാളോടെ പഠിച്ചാണ് ഇളയർക്കനെന്ന് പറയുന്നത്. അതേ എനിക്കറിയാം. ആളല്ലേ? ഇളയാൾ, ഈ മരിച്ച ചെറുക്കൻ. അവൻ എൻ്റെ ചെറുമാളാണെങ്കിൽ ഇതുവരെ കഴിച്ചില്ല. ഈ വാർത്ത അറിഞ്ഞു കൂടെ പഠിച്ചാണ്. ഇവരെല്ലാവരുടെയും വലിയ സഹകരണമാണെന്ന് പറഞ്ഞു. അല്ലാതെ എനിക്ക് കൂടുതൽ വിവരങ്ങളൊന്നും അറിഞ്ഞുകൂടാ.
ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ഇവർക്ക് ആർക്കും, ഈ പ്രദേശവാസികൾക്കോ നാട്ടുകാർക്കോ ഒന്നും തന്നെ അറിയില്ല. കാരണം താമസക്കാരല്ലേ, വാങ്ങിച്ചു താമസക്കാരാണ്. ഇവിടെ ഇത് വാങ്ങിച്ച് ഇത് വീട് വെച്ചു. ഞാൻ താമസം ആദ്യം തന്നെ ഞാൻ ഇടതാളത്താണ് അറിയുന്നത്. ഈ തള്ളയൊക്കെ എനിക്കറിയാം, തള്ളയൊക്കെ അറിയാം. ഈ പ്രദേശത്തുള്ളവർക്കോ അല്ലെങ്കിൽ ഇവിടെ വന്ന് താമസിച്ചിരുന്നത് കൊണ്ട് തന്നെയാണ് ഈ പ്രദേശത്തുള്ളവർക്ക് തന്നെ കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ അറിയത്തില്ല. പക്ഷേ 23-കാരനായിട്ടുള്ള ഒരു യുവാവ് എങ്ങനെയാണ് ഇത്തരത്തിൽ 6 പേരെ ലക്ഷ്യമിട്ട് കൊലപ്പെടുത്താനായി വന്നത്? അതിൽ 5 പേരുടെ മരണം സ്ഥിരീകരിച്ചുവെന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങിയിരിക്കുന്നത്. അവൻ്റെ ജീവിതമോ മുന്നോട്ടുള്ള ഭാവിയോ ഒന്നും തന്നെ നോക്കാതെ കീഴടങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് എലിവിഷം കഴിച്ചു എന്നൊരു മിഥ്യാധാരണ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇതൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ പോലീസ് അതിൻ്റെ വ്യക്തമായ വാസ്തവങ്ങളൊക്കെ തന്നെ പുറത്തുവിട്ടതാണ്. ഏതായാലും വലിയ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ കഴിഞ്ഞ അടുത്ത സമയങ്ങളിലായി കഴിഞ്ഞ 2 മാസത്തിനിടെ കേരളത്തിൽ നടന്ന കൊലകളുടെ ഒരു ലിസ്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ എല്ലാം സ്വന്തം കുടുംബങ്ങളിൽ നിന്ന് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരം. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള യുവാവിൻ്റെ സുഹൃത്തായിട്ടുള്ള ഇയാസാണ് കൂടെ ഉള്ളത്. യാസിൻ. ഓക്കെ, യാസിന് പരിചയമുണ്ടോ അഫാൻ? ഇവിടെ ഒരു 4 വർഷത്തിന് മുമ്പ് ഇവിടെ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഇടിച്ച് അവിടെ കളിക്കാനൊക്കെ വരുമായിരുന്നു. അപ്പോൾ അനിയൻ സൈക്കിളൊക്കെ ഓട്ടിച്ച് നടക്കുന്ന പ്രായം. നിങ്ങളുമായിട്ട് എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ? എൻ്റെ അടുത്ത് അങ്ങനെ സംസാരിക്കാൻ നാട്ടുകാരുമായിട്ടൊക്കെ എങ്ങനെയായിരുന്നു? ഫ്രണ്ട്ലി ആയിരുന്നു? ഇൻട്രോവേർട്ടായിരുന്നു. പിന്നെ കളിക്കാനൊക്കെ വരും. അധികം മിണ്ടുന്ന ടൈപ്പല്ല. ആരോടും അത്ര വലിയ കൂട്ടില്ല. രണ്ടുപേരും അങ്ങനെ തന്നെ. മറ്റവനാണെങ്കിൽ അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അവൻ ചിരിച്ചോണ്ട് നിൽക്കും. വേറെ പറിച്ചൊന്നും പറയൂല. എന്നാലും നിങ്ങളുടെ ഒരു ഫ്രണ്ട് സർക്കിളിലോ അല്ലെ ഇൻസ്റ്റാഗ്രാമിലോ അങ്ങനെയൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കൾ? ഞാൻ ഫോളോ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടുത്തെ ഒരു പ്രദേശവാസിയായിട്ടുള്ള ഒരു ചേട്ടനാണ് ഇപ്പോൾ കൂടെ ഉള്ളത്. ചേട്ടാ, ഈ ഫാമിലിയായിട്ട് ചേട്ടൻ എന്തെങ്കിലും? ഫാമിലി എന്ന് പറയുന്നത് ഞാൻ ഇവിടുന്ന് കലയംമൂത്താണ് താമസം. എൻ്റെ വീടിൻ്റെ എതിർവശത്തായിട്ട് ഒരു 200 മീറ്ററിലാണ് അവർ ആദ്യ കുടുംബം. അപ്പോൾ ഇവൻ്റെ വാപ്പ, ഇവൻ്റെ ഉമ്മാരെ വാപ്പയാണ് അവിടെ താമസം. അപ്പോൾ ഇവർ പഴയ കാളവണ്ടി കച്ചവടം, കാളവണ്ടി ഓട്ടിക്കുന്ന എല്ലാവരും സമ്പ്രദായത്തിൽ നിന്ന് ജീവിച്ച പാവപ്പെട്ടവരായിരുന്നു. അത് കഴിഞ്ഞ് അവരൊരു തൊട്ട് ഓപ്പോസിറ്റിലേക്ക് മാറി. അവിടെ നിന്ന് നേരെ ഞങ്ങളുടെ വസ്തു തന്നെ ഈ പേരുമല വട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ആ വസ്തുവിൻ്റെ സ്ഥലത്ത് ഒരു 10-12 സെൻറ്റ് വാങ്ങിച്ച് താമസിക്കുകയാണ്. ഇവൻ്റെ ഉമ്മായ രണ്ടാമതൊരു കല്യാണം കഴിച്ചു പോയി. ഈ പെണ്ണിൻ്റെ ഉമ്മാര അത് കഴിഞ്ഞ് സാമ്പത്തികമായിട്ട് പിന്നെ അവർ ഈ ചെറുക്കനൊക്കെ ഗൾഫിൽ പോയി. ചെറുക്കൻ ഈ സഹോദരനുണ്ടായിരുന്നു, അവൻ വണ്ടി ഓട്ടിക്കുമായിരുന്നു. പിന്നെ ഗൾഫിൽ പോയി, ചെറിയവർ പോയി. പിന്നെ ഈ പെണ്ണിനെ കല്യാണം കഴിച്ചു വിട്ടു. ഒരുവിധം നല്ല സാമ്പത്തികത്തിലും നല്ല രീതിയിലും നല്ല സാമാന്യം ജീവിക്കുന്ന രീതിയിൽ വണ്ടിയും ബൈക്കും കാറുമായിട്ടൊക്കെ തന്നെയാണ് അവർ ജീവിച്ചിരുന്നത്. ഈ വീട് വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ അറിഞ്ഞില്ലായിരുന്നു, അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കാര്യം അറിയില്ലായിരുന്നു. ഇടയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, വീട് വിൽക്കാൻ പോകുന്നു എന്നുള്ളൊരു ന്യൂസ് ഞാൻ വസ്തു കച്ചവടമൊക്കെ ഉണ്ട് എനിക്ക് വന്ന് പറഞ്ഞായിരുന്നു ആൾക്കാർ. അപ്പോൾ നമ്മൾ പിന്നെ ഇത്രയും അടുത്തുള്ളവന് വേണ്ട എന്ന് വിചാരിച്ചതാണ്. പിന്നെ ചെറുക്കൻ നല്ല രീതിയിൽ നമ്മുടെ റോട്ടിൽ കൂടെ പോകുമ്പോൾ ബൈക്കിൽ നല്ല രീതിയിൽ സഞ്ചാരമാണ്. ഒരു കൂട്ടുകെട്ടുകളൊന്നുമില്ല, നല്ല രീതിയിൽ സൈലൻ്റ് ആയിട്ട് പോയി. പ്രത്യക്ഷത്തിൽ ആരോടും ശരിക്കും പറഞ്ഞാൽ ഒരു മോശ സ്വഭാവം ഒന്നുമില്ല, ഒരു റിപ്പോർട്ടൊന്നുമില്ല. നല്ല രീതിയിൽ സഞ്ചരിക്കുകയും നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത് നല്ല രീതിയിൽ ഹോട്ടലിലൊക്കെ നോക്കുമ്പോഴേക്കും ഫുഡ് വാങ്ങാനൊക്കെ വരികയായിട്ടുള്ള സൗഹൃദത്തെക്കുറിച്ച് കൂട്ടുകാരുമായിട്ടൊന്നും അങ്ങനെ ബന്ധങ്ങളൊന്നും നമ്മളെ കാഴ്ചപ്പാടില്ല എപ്പോഴും. അതെ, അവൻ്റെ അനിയനുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം നല്ല സൗഹൃദത്തിലും സന്തോഷത്തിലും പോയി. പെൺകുട്ടി ഇവിടെ നിന്ന് കടയിൽ സാധനങ്ങളൊക്കെ വാങ്ങാൻ വരും, ഈ ഷെമി എന്ന് പറയുന്ന പെൺകുട്ടി. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ഞാൻ അറിഞ്ഞത് കുട്ടി ക്യാൻസർ ആയിരുന്നു എന്നും ഇദ്ദേഹം വരുന്നില്ല എന്നും ഗൾഫിൽ നിന്ന് ഇപ്പോൾ വന്നിട്ടില്ല. 2-3-5-6 കൊല്ലം എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഞാൻ ഒരു 3-4 കൊല്ലം ഞാനും ഗൾഫുകാരനാണ്, യാത്ര ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ചിലപ്പോൾ 6 മാസം ഇവിടെ 6 മാസം അവിടെ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ കാണാറുണ്ട്, വരുന്ന സമയത്ത് ചിലപ്പോൾ കാണാറുണ്ട്. അവർ നല്ല ഇതിലായിരുന്നു. പിന്നെ ഈ പെട്ടെന്നുള്ള കാര്യം എന്നല്ല, ഞാനൊരു 6 മണിക്ക് എണീറ്റ് ഒന്ന് ഉറങ്ങി എണീറ്റ് വന്നപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ വീടിനോട് എത്തിയപ്പോൾ ഒരു ആക്സിഡൻറ്റ് ഇവിടെ വന്ന് ആൾക്കാരെല്ലാം ആംബുലൻസും എല്ലാം കൂടിയെന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴത്തന്നെ ഇവിടെ വന്നു. അപ്പോഴേക്കും ഇവിടെ അടച്ചിട്ടിരിക്കുന്നു, ബാക്കി കാര്യങ്ങളും പോലീസും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അറിഞ്ഞതാണ്. ഇതിൻ്റെ ഇടയിൽ എപ്പോഴും ആൾക്കാർ പറയുന്നതായിട്ട് വെഞ്ഞാറമൂട്ടിൽ വെച്ച് ഈ പെൺകുട്ടിയെയും ഈ ചെറുക്കനെയും കണ്ടതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ളവർക്ക് ആർക്കും അറിയില്ല പെൺകുട്ടി എവിടെയുള്ളതാണോ എന്താണോ, പല അഭിയോഗങ്ങളാണ് പറഞ്ഞുകൊണ്ട് നടന്നത്. പക്ഷെ പിന്നെയാണ് ഇപ്പോൾ വാർത്തകൾ നിരന്തരമായി എല്ലാതും സർക്യൂട്ടായിട്ട് വാർത്തകൾ വരുമ്പോഴേക്കാണ് നമ്മൾ കാര്യങ്ങളും സ്ഥിതിയെല്ലാം അറിയുന്നത്. പക്ഷെ ഭയങ്കര സങ്കടകരമായ ദുഃഖാജനകരമായ ഒരു കാര്യമാണ്.
ഓക്കെ, എല്ലാവരും ഈ നാട്ടുകാരടക്കം തന്നെ പറയുന്ന ഒരു കാര്യം, ഈ കുട്ടി അധികം ആരോടും, ഈ യുവാവ് 23 വയസ്സുകാരനായ യുവാവിനെന്ന് പറയാൻ പറ്റുന്നില്ല, ഇപ്പോഴും ഒരു കുട്ടിയാണ്. കാരണം വെറും 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ്. വളരെയധികം ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു ഈ യുവാവിൻ്റെതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരുപാട് സൗഹൃദങ്ങളോ അല്ലെങ്കിൽ മറ്റൊരു കുട്ടികളുമായിട്ട് അമിതമായി ഓടി നടക്കുന്ന സ്വഭാവമില്ല. വീട്ടിൽ തന്നെയായിരിക്കും കൂടുതൽ സമയവും. സ്വന്തം അനുജനൊപ്പമാണ് ഇവിടെ സൈക്കിളിലും ബൈക്കിലും ഒക്കെ കറങ്ങാറുള്ളത്. ഇങ്ങനെയുള്ളൊരു കുട്ടി എന്ത് പ്രകോപനത്തിലാണ് ഇത്തരത്തിലുള്ള അരും കൊലയ്ക്ക് പ്ലാനിട്ടത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നത്. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് അഫാന്റെ പിതാവിന്റെ ജ്യേഷ്ഠന്റെ വീട്ടിലാണ്. ചുള്ളാളത്താണ് ഇന്നലെ 2 പേരെ, അതായത് പിതാവിന്റെ ജ്യേഷ്ഠനെയും അതോടൊപ്പം ജ്യേഷ്ഠന്റെ ഭാര്യയെയും ഇന്നലെ ചുറ്റിക കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തിയത്. ആ വീടിന് മുന്നിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള സംഭവം തന്നെയാണ്. കാരണം ചുറ്റിക ഉപയോഗിച്ചുകൊണ്ടാണ് ഇവരെ കൊലപ്പെടുത്തിയത്. സാമ്പത്തികമായി സഹായം ആവശ്യപ്പെട്ട സമയത്ത് ഇവർ നൽകാൻ കൂട്ടാക്കാത്തതിനെ തുടർന്നുള്ള വൈരാഗ്യമാണ് ഇത്തരത്തിലൊരു അരും കൊലയിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ പെൺകുട്ടിയുമായുള്ള വിവാഹവും ഇവർ എതിർത്തുവെന്ന് പറയുന്നു. സാമ്പത്തിക ബാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വിവാഹം പിന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. അപ്പോൾ ഇവരും ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ഇവരെയും വക വരുത്തും എന്നുള്ളൊരു മുൻ വിധിയോടുകൂടി തന്നെയാണ് എത്തി ചുറ്റിക ഉപയോഗിച്ചുകൊണ്ട് ഇവരെ കൊലപ്പെടുത്തിയത്. വെഞ്ഞാറമൂടിൽ നിന്നാണ് ചുറ്റിക വാങ്ങിച്ചത്. ഈ വാങ്ങിയ ചുറ്റിക ഉപയോഗിച്ച് തന്നെയാണ് ഈ നടത്തിയ കൊലകളെല്ലാം തന്നെ ഈ ചുറ്റിക ഉപയോഗിച്ചുകൊണ്ടാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. മൃതദേഹം കിടന്ന വീട്ടിലെ ഇൻക്വസ്റ്റ് നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയ ദാരുണമായ സംഭവം തന്നെയാണ്. കാരണം സ്വന്തം അമ്മയെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അമ്മ ഗുരുതരമായ രോഗത്തെ തുടർന്ന്, അതായത് ക്യാൻസർ രോഗിയായിരുന്നു. ഈ രോഗത്തെ തുടർന്ന് ചികിത്സയിൽ ഇരിക്കെയാണ് ഇവരെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. പോരാത്തതിന് സ്വന്തം മുത്തശ്ശി, 83 വയസ്സുള്ള സ്വന്തം മുത്തശ്ശിയെ കൊലപ്പെടുത്തി. അതോടൊപ്പം ചെറിയച്ഛനെയും ചെറിയച്ഛൻ്റെ ഭാര്യയെയും സ്വന്തം പെൺസുഹൃത്തിനെയും സ്വന്തം സഹോദരനെയും അടക്കം 6 പേരെയാണ് കൊലപ്പെടുത്താനായി ലക്ഷ്യം വെച്ചിരുന്നത്. ഇത് തന്നെയാണ് ശരിക്കും ഈ ഒരു കേസിൽ ഏറ്റവും അധികം എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നത്. കാരണം പരസ്പരം ലിങ്ക്ഡ് അല്ലാത്ത രീതിയിലാണ് ഈ കൊലപാതകങ്ങളൊക്കെ തന്നെ നടന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് 9ാം ക്ലാസ്സുകാരനായിട്ടുള്ള ഒരു അനുജനെ പോലും വകവരുത്താൻ തീരുമാനിച്ചത്? ഈ കുട്ടിയുമൊപ്പം, അതായത് 9ാം ക്ലാസ്സുകാരനായിട്ടുള്ള കുട്ടിയുമൊപ്പം തന്നെ റോഡിലൊക്കെ തന്നെ നടന്നു പോകുന്നതും സൈക്കിളിലും ബൈക്കിലും ഒക്കെ തന്നെ യാത്ര ചെയ്യുന്ന ഒരുപാട് സ്നേഹിച്ച് നടന്നിരുന്ന 2 പേരാണ്. അതോടൊപ്പം തന്നെ സ്വന്തം ചെറിയച്ഛനോടും ചെറിയമ്മയോടും തന്നെ ഇത്തരത്തിലൊരു പക തോന്നാനുള്ള സാഹചര്യം എന്താണ്? ഇതിന് പിന്നിൽ സാമ്പത്തിക ബാധ്യത തന്നെയാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മുൻ വൈരാഗ്യമാണോ, രാസലഹരിയുടെ ഉപയോഗമാണോ? ഇതാണിപ്പോൾ ഈ ചോദ്യങ്ങൾക്കാണ് നമ്മൾക്കിപ്പോൾ ഉത്തരം കിട്ടേണ്ടത്. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് രാജേഷ് ആണ് കൂടെയുള്ളത്. സർ, ശരിക്കും അങ്ങേയറ്റം വിറങ്ങലിച്ചു പോകുന്നൊരവസ്ഥയിൽ തന്നെയാണ് നാട്. എങ്ങനെയാണ് ഈ ഒരു കാര്യത്തെ നോക്കിക്കാണുന്നത്? നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറെ ദുഃഖകരം. അതിനുപരിയായി നമ്മളെല്ലാം സ്തംഭിച്ചു നിൽക്കുന്നൊരു സാഹചര്യമാണ്. അപ്രതീക്ഷിതമായിരുന്നു. പക്ഷേ 2 ദിവസമായിട്ട് എല്ലാവരും ഇതിൻ്റെ പിന്നാലെയാണ്. മനസ്സുകൊണ്ടും ആകെ ദുഃഖം ഉണ്ട്. 5 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ 5 പേര് നമ്മുടെ പഞ്ചായത്തിനകത്താണ് സംഭവിച്ചിട്ടുള്ളത്. അവിചാരിതമാണ്. പക്ഷേ നമ്മുടെ സംസ്ഥാനം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ബ്രൂട്ടലായിട്ടുള്ളൊരു മർഡർ തന്നെയായിരുന്നു. തീർച്ചയായും അതിലൊന്ന് വെൽ പ്ലാൻഡ് ആയിരുന്നുള്ളതാണ്. ഏത് മാനസികാവസ്ഥയിലാണ് ചെയ്തതെന്ന് അറിയാൻ കഴിയില്ല. ഓരോ കാര്യങ്ങൾ, അതായത് പല സ്ഥലങ്ങളിൽ വെച്ചാണ് നടന്നിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത. അപ്പോൾ അല്പം പോലും ഒരു മാനസിക വൈഷമ്യം ഇല്ലാതെ മാനസികാവസ്ഥയിലാണ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഉമ്മയെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു, പിന്നീട് പോയി വലിയാപ്പ, വലിയുമ്മ, പിന്നെ ആദ്യം പിന്നെ ഉമ്മുമ്മ, പിന്നെ വലിയാപ്പ, വലിയുമ്മ, വീണ്ടും തിരിച്ചു വന്നു. പിന്നെ നമുക്ക് മനസ്സിലാക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരോട് അവൻ കൂടുതൽ ക്രൂരമായി പെരുമാറി എന്നുള്ളൊരു മാനസികാവസ്ഥ എങ്ങനെ ഉണ്ടായി എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പം അവൻ ഏറ്റവും പ്രിയപ്പെട്ട നമ്മളൊക്കെ മനസ്സിലാക്കുന്ന അവൻ്റെ അനിയനാണ്. അവനോട് കൂടുതൽ ക്രൂരമായാണ് കുറേ. പിന്നെ ലവറിനോട് വളരെ ഇതായിട്ട് പെരുമാറിയിട്ടുണ്ട്. ശരിക്കും ലവറിന്റെ മുഖമൊക്കെ തകർന്ന നിലയിലായിരുന്നു. അപ്പം അത്രയും ബ്രൂട്ടലി ഒരു മർഡർ നടക്കണമെങ്കിൽ ഒരു പക്ഷേ കുട്ടിയെക്കുറിച്ച് നമ്മൾ സാധാരണ കേട്ട സ്ഥിതിക്ക് ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അധികം ആർക്കും വലിയ ബഹളവും ശല്യമൊന്നും ഇല്ലാത്ത ഒരാളാണെന്നാണ് നമുക്കെല്ലാം അറിയാവുന്ന പയ്യനാണ്. എങ്ങനെയാണ് ആളുടെ ക്യാരക്ടർ? വളരെ ശാന്തൻ. അങ്ങനെ ഒരു പുറത്തേക്ക് അങ്ങനെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇത്തരം ഒരു ക്രൈം ചെയ്യുമെന്നുള്ളൊരു ഒരിക്കലും ഇല്ല. ബുള്ളറ്റിൽ പോകുന്നുണ്ട്, പലപ്പോഴും കാണാറുണ്ട്. ഇളയ കുട്ടിയെ കൊണ്ട് സഞ്ചരിക്കുന്ന കാണാറുണ്ട്. വെഞ്ഞാറുടെ സ്കൂളാണ് ഇളയ കുട്ടി പഠിക്കുന്നത്, പലപ്പോഴും അവിടെ കൊണ്ടാക്കാറുണ്ട്. പിന്നെ ഇവിടെ തന്നെ അങ്ങനെ ഒരു വലിയ ബഹളമോ ഒന്നും തന്നെ ഇല്ല. കൂടുതൽ സോഷ്യലൈസേഷൻ വളരെ കുറവോ, അതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. അത് മനസ്സിലാക്കേണ്ടതാണ്. സാമൂഹികമായുള്ള ഇടപെടലുകൾ വളരെ കുറവാണ് കുറേ നാളുകളായി.
അത് ഇത്തരത്തിലുള്ള സ്വഭാവത്തിലേക്ക് സ്വഭാവ രൂപീകരണത്തിന് സഹായകരമായി എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള രാസലഹരിയുടെ ഉപയോഗം ഈ പ്രദേശങ്ങളിലോ അങ്ങനെ എന്തെങ്കിലും വ്യാപകമായിട്ട് അറിയാൻ കഴിഞ്ഞോ സ്റ്റേഷൻ വഴി കോൺടാക്ട് ചെയ്തു? രാസലഹരി അങ്ങനെ വലുതായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് സംശയമുണ്ട് അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനൊക്കെ സംശയം. ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്ന ധാരാളം മറ്റ് പ്രദേശങ്ങളെ പോലെ തന്നെ പോലീസ് എക്സൈസ് സംവിധാനങ്ങളൊക്കെ നല്ല ചെക്കിംഗ് കൂടെ നടക്കാറുണ്ട്. പഞ്ചായത്തിന് മുൻകരുതൽ എടുക്കുന്നുണ്ട്, കഞ്ചാവ് ഉൾപ്പെടെയുള്ള. പക്ഷേ രാസലഹരിയെ സംബന്ധിച്ച് നമ്മൾ ഇതുവരെ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു, എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ സംശയിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഒരേ ആയുധം തന്നെയാണ് ഇത്രയും ആൾക്കാരെയും കൊലപ്പെടുത്താൻ ഒരു ആയുധം തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്, ചുറ്റിക ഉപയോഗിച്ചുകൊണ്ടാണ്. ശരിക്കും അതൊരു എന്താ പറയുക, അതൊരു ഒരു സീരിയൽ കില്ലറെ പോലെ അല്ലേ? ഒരേ ആയുധം. അതിലൊരു രണ്ട് കാര്യം. ഒന്ന്, ഇപ്പം അമ്മയെയും എൻ്റെ ഉമ്മൂമ്മയും കൊല്ലാൻ ഉപയോഗിച്ചതിൽ ഷോൾ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ചിറ്റിയിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴൊക്കെ നമ്മൾ സംശയിക്കേണ്ടത് നമ്മുടെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകളും മറ്റുമൊക്കെ ഇതിൽ വലിയൊരു ഘടകമായി മാറുന്നുണ്ട്. അതുൾപ്പെടെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അത് തീർച്ചയായും ചുറ്റി കാര്യത്തിനാണ് ഉപയോഗിച്ചിട്ടുള്ളത്, കാര്യത്തിനാണ്. അത് നമുക്ക് വലിയ കാണേണ്ട കാര്യം തന്നെയാണ്. ഈ ഒരു വിഷയം ശരിക്കും നമ്മുടെ നാട് മുഴുവനും അറിഞ്ഞു. കുട്ടിയുടെ പിതാവ് ശരിക്കും വല്ലാതെ ഷോക്കിലാണ്. അദ്ദേഹം വരുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? അദ്ദേഹത്തിന് വരുന്നതിന് ഒട്ടനവധി ബുദ്ധിമുട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം തൊഴിൽ സംബന്ധമായി അവിടെ നിരവധി പ്രശ്നങ്ങൾ മാറി നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് കയറി വരാൻ കഴിയുന്നില്ല, സാങ്കേതിക തടസ്സങ്ങളുണ്ട് എന്നാണ് പൊതുവിൽ അറിയാൻ കഴിഞ്ഞത്. പക്ഷേ താങ്കളുമായി ഇല്ല, പോലീസ് സംവിധാനം SP മറ്റൊക്കെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടെന്ന് അറിയാൻ കഴിഞ്ഞു. ഇവിടെ ലോക്കലായിട്ട് അദ്ദേഹത്തിന് ആർക്കും ബന്ധപ്പെടാൻ കഴിയാത്ത സാഹചര്യം. സാമ്പത്തിക ബാധ്യതകൾ റഹീമിനാണോ അതോ ഇവരുടെ മകനാണോ ഉള്ളത്? റഹീം പറയുന്ന അദ്ദേഹത്തിന് പരിഹരിക്കാൻ കഴിയുന്ന സാമ്പത്തിക ബാധ്യത ഉള്ളൂ എന്നാണ്. 23 വയസ്സിൽ എന്താണ് ഈ കുട്ടിക്ക് ഇത്രയും ബാധ്യത വരാൻ കഴിയും? അത് ഞങ്ങൾ വിലയിരുത്തുന്നത് അയാൾ തന്നെ വരുത്തി വെച്ച സാമ്പത്തിക ബാധ്യത ആണെന്നുള്ളതാണ്. ചിലപ്പോൾ ലക്ഷറി ലൈഫായിരിക്കാം, നേരത്തെ സൂചിപ്പിച്ചല്ലോ മറ്റേതെങ്കിലും മേഖലയിൽ പണം ചെലവഴിച്ചായിരിക്കാം, പലരിൽ നിന്നും കടം വാങ്ങിയെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അയാൾ വരുത്തി വെച്ച സാമ്പത്തിക ബാധ്യതയാണ്. അതൊക്കെ തീർക്കാവുന്നതേ ഉള്ളായിരുന്നു അല്ലേ? അതെ, ആ സാമ്പത്തിക ബാധ്യത വെച്ചുകൊണ്ട് ഇത്രയും ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. സാമ്പത്തികം മാത്രമല്ല, അതിനുപരിയായിട്ടുള്ള ചില മാനസികാവസ്ഥ കൂടി പയ്യനെ ബാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അഫാന്റെ പെൺസുഹൃത്തായ ഫർസാനയുടെ വീടിന് മുന്നിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഫർസാനയുടെ മൃതദേഹം ഗോകുലം മെഡിക്കൽ കോളേജിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അത്യധികം വേദനയോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഈ വീട്ടിൽ നിൽക്കുന്നത്. കാരണം വർഷങ്ങളായി ഇരുവരും നല്ല സൗഹൃദത്തിലായിരുന്നു, ഇരുവരും പ്രണയത്തിലായിരുന്നു. ഇവരുടെ പ്രണയം ഈ വീട്ടുകാർ എതിർത്തതിനെ തുടർന്ന്, അതോടൊപ്പം ഈ പെൺകുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകാനോ ഈ പെൺകുട്ടിയുമായി ഒരുമിച്ച് താമസിക്കാനോ സമ്മതിക്കാത്തതിനെ തുടർന്നാണ് ഇത്തരം ദാരുണമായൊരു സംഭവങ്ങൾക്ക് തുടക്കം എന്നാണ് അറിയാൻ കഴിയുന്നത്. ഞങ്ങളിപ്പോൾ ഈ വീട്ടിലാണുള്ളത്. ഏകദേശം ഉച്ചയോടുകൂടി തന്നെ പെൺകുട്ടിയുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ഈ വീട്ടിലേക്ക് കൊണ്ടുവരും. PG വിദ്യാർത്ഥിനിയായ ഫർസാനയെ ഇന്നലെ ട്യൂഷൻ കഴിഞ്ഞതിന് ശേഷമാണ് അഫാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ഇവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ വീട്ടുകാരുമായി സംസാരിച്ചുവെങ്കിലും സാമ്പത്തിക ബാധ്യത നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അഫാന്റെ വീട്ടുകാരൊന്നും തന്നെ ഈ വിവാഹത്തിന് സമ്മതിച്ചിരുന്നില്ല. തുടർന്നാണ് ഇത്തരത്തിൽ ദാരുണമായൊരു അന്ത്യത്തിലേക്ക് എത്തിയത്. പക്ഷേ സ്വന്തം പെൺ സുഹൃത്തിനെ എന്തിനാണ് വകവരുത്തിയതിനു ശേഷം ഇത്തരത്തിലൊരു വലിയ കുറ്റകൃത്യത്തിലേക്ക് എത്തിയതെന്നുള്ളതാണ്. കാരണം ഈ നടന്നിരിക്കുന്ന എല്ലാ കൊലപാതകങ്ങളും 6 പേരെയാണ് ലക്ഷ്യം വെച്ചത്. ഇതിൽ 5 പേരും പരസ്പരം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഒന്ന് സ്വന്തം സഹോദരൻ, ഒന്ന് സ്വന്തം പെൺ സുഹൃത്ത്, പിന്നെയുള്ളത് മുത്തശ്ശി, പിന്നെയുള്ളത് ചെറിയച്ഛനും ചെറിയമ്മയും. ഇത്രയും പേരെയാണ്. ഇതെന്താണ് ഇത്തരത്തിൽ ഇങ്ങനെ പല രീതിയിലായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു ചോദ്യമായി മുന്നിൽ നിൽക്കുന്നത്. ഒന്നും പറയാറായിട്ടില്ല. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. പ്രദീപ് ആശുപത്രിയിലാണ്. അമ്മയുടെ മൊഴി സാർ, ഇത് ഈ പ്രതിയുടെ കാര്യത്തിൽ എന്താണ് നമുക്ക് ഇപ്പം പ്രാഥമികം എന്താണ് ഈ കൊലക്കുള്ള ഒരു മോട്ടീവായിട്ട് നമ്മളിപ്പോ പോലീസ് മോട്ടീവിനെ കുറിച്ച് ഇപ്പൊ ഒന്നും പറയാറായിട്ടില്ല. ഇപ്പൊ പ്രതി വിഷം കഴിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആണ്. അതിനുശേഷമേ എന്തെങ്കിലും പറയാം. നമുക്കിപ്പോ പ്രാഥമികമായിട്ട് എന്താ സാർ ഇത് മനസ്സിലായത്? എന്തെങ്കിലും സാമ്പത്തിക ഇടപാട് പ്രശ്നമാണോ? ഇദ്ദേഹത്തിന് മനോവൈകൃതം ഉണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതിനെപ്പറ്റി ഇനിയും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അന്വേഷണത്തിന് ശേഷമേ എന്തെങ്കിലും പറയാം. ഇയാൾ ഒരാൾ ഒറ്റയ്ക്കാണോ ഇതെല്ലാം ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ വരെ അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെപ്പറ്റി.
സർ പിതാവിന്റെ മൊഴിയൊക്കെ രേഖപ്പെടുത്താൻ അത്തരത്തിലുള്ള നടപടികളൊക്കെ പിതാവ് ഇവിടെ സ്ഥലത്തില്ല. അപ്പോൾ അത് തിരിച്ചെത്തിയതിനു ശേഷം അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുന്നതായിരിക്കും. ഇദ്ദേഹത്തിന്റെ എന്തെങ്കിലും തരത്തിലുള്ള ഈ പരിശോധന ലഹരിയുടെ സാന്നിധ്യം എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ സർ? പ്രാഥമികമായെങ്കിലും അത് ബ്ലഡ് ടെസ്റ്റ് ചെയ്താലല്ലേ അറിയാൻ പറ്റും. അപ്പോൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അത്തരത്തിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. അത് പറയാറായിട്ടില്ല. ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്. അപ്പോൾ ഒന്നും പറയാറായിട്ടില്ല. ആയുധങ്ങളൊക്കെ കണ്ടെത്തിയിട്ടില്ലേ സർ കൊലപാതകം? അതെ അതെ, അതിന് ഉപയോഗിച്ച അത് അന്വേഷിക്കുന്നുണ്ട്. അത് തെളിവെടുപ്പിൽ നടക്കുക. സർ, എല്ലാവരും ഒരേ രീതിയിലാണ് ഈ ഹാമർ കൊണ്ടിടിച്ചാണോ എങ്ങനെയാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത്? അത് ഇപ്പോൾ ഫോറൻസിക് ടീം അതിന്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമേ അതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ പറ്റും. സ്പെഷ്യൽ ടീം ഇതിനു വേണ്ടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടോ സർ? എങ്ങനെയാണ് ആ സ്പെഷ്യൽ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ഓക്കെ, ശരി. ഇപ്പോൾ സൗത്ത് സോൺ DIG ആണ് ശ്യാം സുന്ദറാണ്. അദ്ദേഹമാണ് പുറത്തു വന്നത്. അദ്ദേഹമാണ് ഈ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതലായി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: കൊലപാതകം നടത്താൻ ഉപയോഗിച്ച ആയുധം അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഫോറൻസിക്കിന്റെ അന്വേഷണത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം കൂടുതലായി 2 ദിവസം കൂടി നീണ്ടിരിക്കും. കാരണം ഇത് സംബന്ധിച്ച കൂടുതൽ വ്യക്തതയുള്ള കാര്യങ്ങൾ വരാനുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള കൊല തന്നെ നടന്നിരിക്കുന്നു. ഇവിടുത്തെ പ്രദേശവാസികളടക്കം തന്നെ പറയുന്നത് ഇത് ഏതെങ്കിലും തരത്തിലുള്ള ക്രൈം സീരീസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമത്തിന്റെ അല്ലെങ്കിൽ ഒരു മീഡിയയുടെ അല്ലെങ്കിൽ ഒരു സിനിമ അടക്കമുള്ള കാര്യങ്ങളാണോ ഇത്തരത്തിൽ സ്വാധീനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ലഹരിയാണോ സ്വാധീനിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ അല്പം മുമ്പ് നമ്മളോട് പഞ്ചായത്ത് മെമ്പർ പ്രതികരിച്ചതുപോലെ ഇതേതെങ്കിലും തരത്തിൽ ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഉണ്ടായ ചില സിനിമകൾ, അതായത് ക്രൈം ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകൾ, ആ സിനിമകളൊക്കെ തന്നെയാണോ ഇത്തരത്തിലൊരു കൃത്യം നിർവഹിക്കാൻ സ്വാധീനിച്ചത് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ വിപിൻ ബെണുവിനോടൊപ്പം ബിലു അനിത്സൻ, വിസ്മയ ന്യൂസ്.